ഇനി നമുക്ക് ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞ ആ ഫ്ലാഷ് ബാക്ക്, ഹിരണ്യകശിപുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ഫ്ലാഷ് ബാക്ക്. അവർക്ക് ഭൂമിയിലേക്ക് അവരെവിടെയായിരുന്നു ഇത്രയും കാലം, അവരുടെ ജീവന്മാർ എന്തായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്, അതാണ് ബ്രഹ്മാവ് ദേവന്മാരോട് പറയണേ. ഇവരാരാന്നറിയോ? ഈ ദിതിയുടെ ഗർഭത്തിൽ വന്ന് ജനിച്ച ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ആരാണെന്നറിയോ? അവർ സാക്ഷാൽ വൈകുണ്ഠത്തിലെ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാവൽക്കാരായിരുന്നു. 7 ഗോപുരങ്ങളുണ്ട് അത്രേ. അതിൽ 7ാമത്തെ ഗോപുരത്തിൽ അനന്തശയ്യയുടെ ഏറ്റവും അടുത്തുള്ള ഗോപുരത്തിലെ കാവൽക്കാരായിരുന്നു 2 പേര്. അവരുടെ പേരാണ് ജയൻ, വിജയൻ. ജയവിജയന്മാർ. ഇടത്തും വലത്തും എല്ലാ ശ്രീകോവിലിൻ്റെ ഇടത്തും വലത്തും കാണാറുണ്ടല്ലോ നമ്മൾ. അതേപോലെ ഇടത്തും വലത്തും നിൽക്കുന്ന കാവൽക്കാരായിരുന്നു ജയവിജയന്മാർ. അവർക്കവിടെ സർവ്വസ്വാതന്ത്ര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാൾ സനകാദികൾ, ബ്രഹ്മപുത്രന്മാർ, അവർക്ക് ഏത് കാലത്ത് കണ്ടാലും അവരെ എത്ര കാലമായി അവർ ജനിച്ചിട്ടെന്നുള്ളത് അറിയില്ല. അവർക്ക് 5 വയസ്സേ പ്രായം തോന്നിക്കുള്ളൂ കണ്ടാൽ. പക്ഷേ അവരുടെ ശക്തി അതിഗംഭീരമാണ്, അതിതീവ്രമാണ്. അവർക്ക് ഒരിടത്തും അവർക്ക് സഞ്ചരിക്കാൻ വിഘ്നമേ ഇല്ലാതെ സഞ്ചരിക്കുന്നവരാണ് അവർ. വസ്ത്രം ഉടുക്കാറില്ല. 5 വയസ്സായ കുട്ടികളെ പോലെ ഇങ്ങനെ നഗ്നരായിട്ടിങ്ങനെ നടക്കും, അത്രേ പതിവുള്ളൂ. അങ്ങനെ അവർ ഒരു തടവൊന്നും കൂടാതെ 1, 2, 3, 4, 5, 6 പിന്നെ ഏറ്റവും അവസാനത്തെ വാതിക്കലെത്തിയപ്പോൾ ഈ ജയവിജയന്മാർ തടഞ്ഞു. ആരാ നിങ്ങൾ? ഇങ്ങനൊരു വേഷത്തിൽ അകത്തേക്ക് കിടക്കണ്ടപ്പോൾ എന്നുള്ള മട്ടിൽ പറഞ്ഞു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. ആഹാ, ഇവിടെ ഇങ്ങനെ വ്യത്യാസമുണ്ടോ? എങ്ങനെ വരണം? യൂണിഫോമൊക്കെ ഉണ്ടോ ഭഗവാനെ കാണാൻ വരാനായിട്ട്? ഏത് വേഷത്തിൽ വന്നാലെന്താ? എന്ത് ഇട്ടാലെന്താ? വസ്ത്രം ഇട്ടാലെന്താ? വസ്ത്രം ഇട്ടില്ലെങ്കിലെന്താ എന്നൊക്കെ അവർക്ക് മനസ്സിൽ തോന്നി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കാൻ യോജിച്ചവരല്ല. നിങ്ങൾ ഭൂമിയിലേക്ക് പോയിട്ട് രാക്ഷസന്മാരായിട്ട് പിറക്കട്ടെ. ഇവിടെ നിൽക്കാനുള്ള ആ ഒരു അവസ്ഥയായിട്ടില്ല നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്ന് പറഞ്ഞു. അവർ പരിഭ്രമിച്ചു. അയ്യോ, ഞങ്ങളെ ഇവിടുന്ന് ഭഗവാന്റെ അടുത്തുനിന്ന് പറഞ്ഞേക്കാണ്. അവരുടെ ഉള്ളു പൊള്ളി. അവർ കാക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞത് എന്താ? ഞങ്ങളേക്ക് ശാപമോക്ഷം തരുമെന്നല്ല പറഞ്ഞത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഏതൊരു ജന്മത്തിൽ, ഏതൊക്കെ വേഷത്തിൽ, എവിടെ ചെന്ന് ജനിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഈ ഭഗവാനെ സദാ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഞങ്ങളുടെ മനസ്സിൽ നിന്ന്, ഞങ്ങൾ ശരീരം കൊണ്ട് എത്ര അകലെ പോയാലും മനസ്സുകൊണ്ട് അകലെ പോകരുത്. ഞങ്ങൾക്ക് എപ്പോഴും ഭഗവത് സ്മരണ വേണം എന്ന് പറഞ്ഞ് കാക്കൽ വീണ് കിടക്കുന്നപ്പോഴേക്കും വിഷ്ണു ഈ വിവരം കേട്ട മഹാവിഷ്ണു പുറത്തേക്ക് വന്നു. എന്താ അവിടെ? അയ്യോ മഹർഷിമാരോ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ പരിചാരകർ നിങ്ങളെ തടഞ്ഞോ? ഈശ്വര, ഇവർ തടഞ്ഞു വെച്ചാൽ അത് ഞാൻ തടഞ്ഞു എന്ന്, ഇവരെന്ത് ചെയ്യുന്നോ അത് ഞാൻ തന്നെ ചെയ്തതായിട്ട് തന്നെ കണക്കാക്കണം. അവരാകെ പരിഭ്രമിച്ചു. അയ്യോ, അപ്പോൾ എൻ്റെ ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇവർ ഭഗവാന്റെ അത്ര സ്വന്തക്കാരാണെന്നല്ലേ അർത്ഥം. അവരെന്ത് ചെയ്താലും ഞാൻ ചെയ്തതായിട്ട് തന്നെ കണക്കാക്കണമെന്ന്. അപ്പോൾ നമ്മൾ ശപിച്ചത് തെറ്റിപ്പോയില്ലോ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. എന്നിട്ട്
പിന്നെ മഹാവിഷ്ണു ഒന്നും കൂടി ചിരിച്ചിട്ട് പറഞ്ഞു, പക്ഷേ നിങ്ങളെപ്പോലുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങളും. നിങ്ങളെയൊക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്തതാണെങ്കിൽ ആ കൈ ഞാൻ വെട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇവരോട് നിർദ്ദേശിച്ചത് ഞാനിതാ സർവാത്മന സ്വീകരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇവർ 3 ജന്മം അവിടെ ഭൂമിയിൽ കഴിയട്ടെ. ആ 3 ജന്മത്തിലും ഞാനും അവർക്കൊപ്പം ഭൂമിയിലേക്ക് പൊക്കോളാം. അവർക്ക് 3 ജന്മമാണ് എങ്കിൽ ഞാൻ 4 ജന്മം എടുത്തോളാം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ഇവർക്കാകെ കൺഫ്യൂഷനായി എന്നാണ് പറയണേ അവർ. ഇപ്പോൾ ഭഗവാൻ നമ്മളെ സമാധാനിപ്പിക്കുകയാണോ ചെയ്തത് അതോ ശിക്ഷിക്കുകയാണോ ചെയ്തത്? അവർ വേഗം നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് അവർ പോയി. ഇവർ ഭഗവാൻ വിളിച്ചിട്ട് പറഞ്ഞു, സാരില്ല കേട്ടോ, എൻ്റെ 3 ജന്മല്ലേ വേണ്ടൂ, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്ന് എൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ. പിന്നെ ഞാൻ അവരോട് പറഞ്ഞ കേട്ടില്ലേ, നിങ്ങൾ 3 ജന്മം എടുക്കുകയാണെങ്കിൽ ഞാൻ 4 ജന്മം എടുക്കും, അത്രയധികം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ആ ജയവിജയന്മാരാണ് ഇപ്പോൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ആയി ജനിച്ചതും ഇനി അടുത്ത ജന്മത്തിൽ രാവണനും കുംഭകർണനുമായി ജനിക്കുന്നതും പിന്നീട് ശിശുപാലനും ദന്തവക്ത്രനുമായി ജനിക്കുന്നതും. അപ്പോൾ ഓരോ ലെവലും വ്യത്യാസമുണ്ട്. കൂടുതൽ എന്താ പറയുക, റിഫോംഡ് എന്നോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആദ്യം രാക്ഷസരായിട്ടാണ് ജനിച്ചത്, പിന്നീട് അസുരനായിട്ട്. അതിൽ തന്നെ കുംഭകർണന് ഇപ്പോൾ അത്രമാത്രം ഒരു ശക്തിയൊന്നും, ആ ഒരു ശക്തി പ്രകടനത്തിനൊന്നും അത്രയ്ക്ക് ഇതില്ലല്ലോ. പിന്നീട് എന്താ, കൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ അച്ഛൻ പെങ്ങന്മാരുടെ മക്കളായിട്ടാണ് ശിശുപാലനും ദന്തവക്രനും ജനിക്കുന്നത്. അപ്പോൾ ആദ്യം ഹിരണ്യാക്ഷനെ കൊല്ലാൻ വിഷ്ണുവിന് വരേണ്ടി വന്നു. അതും ഒരു പന്നിയായിട്ട്. ഹിരണ്യകശിപുവിനെ കൊല്ലാനായിട്ട് മനുഷ്യനോ മൃഗമോ എന്ന് നിശ്ചയമില്ലാത്ത ഒരു ആകൃതിയിൽ നരസിംഹമായിട്ട് വന്നു. പിന്നീട് പിന്നത്തെ രാവണ കുംഭകർണന്മാരെ കൊല്ലാനായിട്ട് മനുഷ്യനായിട്ട് ജനിച്ച് മനുഷ്യനായി. അപ്പോഴേക്കും അത് തനി പന്നിയായിരുന്നു. പിന്നെ മനുഷ്യനും മൃഗവും കൂടി ചേർന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് തനി മനുഷ്യനായിട്ട് വന്ന് രാജകുമാരനായിട്ട് വന്നിട്ട് രാവണനെയും കുംഭകർണനെയും കൊന്നു. പിന്നെ തൻ്റെ സ്വന്തം അച്ഛൻ്റെ സഹോദരിയുടെ മക്കളായിട്ടാണ് ശിശുപാലനും. അപ്പോൾ കൂടുതൽ ഇങ്ങനെ അടുത്തേക്ക് എത്തുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കഥകൾ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. ഹരി പോരെ പറഞ്ഞത്?